also itself, let me introduce myself to you. My name is Ishan Mohammed, who is currently studying at S3 Computer Science Department and a below documentation head of our CSI community. So today we all are gathered here for a very special occasion as far as our community is concerned, where words are expressed, opinions are made, and even words clash with each other, and being the best of them will be taken out of the scenario to the best. So I heartily welcome you all to the clash of Connect and Clash. Okay. So we have basically two teams. First one is Titans, comprising of Justin and Anna. The other one is Victors, Vivek and Esther. Okay. So basically our topic is, will robotics replace human beings in the upcoming scenario? And അത് മാത്രമല്ല, നമ്മളിപ്പോ ഈവന്റിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇവർ സംസാരിക്കുന്ന ബേസിസിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, മനസ്സിലായോ? അപ്പം ലൈക്ക് ആക്ച്വലി നിങ്ങൾക്കും ആണെങ്കിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ ജഡ്ജസിന്റെ സൈഡിൽ ക്വസ്റ്റ്യൻസ് ആണ്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് വേണം. മാർക്കിംഗ് ക്രൈറ്റീരിയ കുറച്ച് ലൈക്ക് സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഡിബേറ്റിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ അറിയാലോ, will robots replace human beings in the upcoming scenario? അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ആരെ ഫോർ സൈഡ് ആരെ സംസാരിക്കും? Automation will come, which will replace a lot of factory jobs, but there will be prompt engineers and also the ones who operate the robotics, that kind of job, that will replace the current jobs. Okay. അപ്പം ഞാൻ മലയാളം ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യരെ ഉണ്ടാവാൻ കുറേ വീഡിയോസ് ചെയ്ത്, ഓക്കെ, അന്നേരം ആ പ്രോസസ്സിൽ ഡെവലപ്പ് ആയ ബ്രെയിനാണ് നമ്മുടെ ബ്രെയിൻ ഏകദേശം 20 വാട്ട്സ് പവർ ഫുള്ള് കൊടുക്കാൻ ആൻഡ് അറൗണ്ട് മില്യൺസ് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനുണ്ട്. അതേ സംഭവം തന്നെ നിങ്ങൾ റോബോട്ടിക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ യു ടേക്ക് അറൗണ്ട് 2 ന്യൂക്ലിയർ റിയാക്ടർ പവർ. ആ സംഭവത്തിന് എങ്ങനെയാണ് റോബോട്ടിക് ഫ്യൂഷനിൽ ആക്കാൻ പറ്റുന്നത് ആലോചിക്കുക. കാരണം നമ്മുടെ ബ്രെയിനിൽ ഇത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയ സംഭവത്തിന് ഒരു സാധനം മനുഷ്യരെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ തിയോളജിക്കൽ. അതെ. രണ്ടാമതെന്ന് പറഞ്ഞാൽ റോബോട്ട്സ് ഫ്യൂച്ചർ ഇംപ്ലിമെന്റ് ആണ്. there is no need for prompt engineering at all because the robots are fully automated to do their own jobs. അതിന് പിന്നെ നമ്മുടെ ജോബ് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ വരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ കുറെ ഇൻഡസ്ട്രിയൽ ടൂൾസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ടൂൾസിനെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഹ്യൂമനോയിഡ് ബീങ് ആയിട്ട് കൊണ്ടുവരിക, അല്ലാതെ മനുഷ്യന്റെ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന റോബോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞത്. അന്നേരം if you are in that scenario, I don't will not happen because Okay, so maybe just in thought, just പറഞ്ഞാൽ like ആ രണ്ട് സിനേറിയോയും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആണ് എന്നൊരു ആർഗ്യുമെന്റ് നമ്മുടെ ഈ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ തോന്നുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഒരു 400 years ബാക്ക് ട്രാവൽ ചെയ്ത് ആ സമയത്ത് ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇൻഡസ്ട്രി ഹാൻഡ് ഓൺ ജോബ്സിനെ റീപ്ലേസ് ചെയ്യുന്നത് അവർക്ക് എന്തോ ഒരു വലിയ ഡിഫറൻസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ലൈക്ക് ഇപ്പം നമുക്ക് ആൾക്കാർ മോറായിട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ടൈം കുറവാണ്, അതൊക്കെ കാരണമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ടെക്നോളജിയാണ്, ഏതൊരു ഫീൽഡ് ഇന്നോവേഷൻ വന്നാൽ അത് എൻകറേജ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഈ കാളവണ്ടിക്കാരന്മാരിൽ തന്നെ ഫീൽഡ് ഔട്ട് ആയി പോകും. അത് നമുക്ക് ഓട്ടോമേറ്റഡ് ആയപ്പോൾ ഈ കാളവണ്ടിക്കാരനുണ്ടായി ഫീൽഡ് ഔട്ട് ആയി, അതിന് മാർക്കില്ല. അവിടെ ഒരു വേറെ കാര്യം അവർ ചെയ്യരുത്, ഇതിൻ്റെ അപ്ഡേറ്റ് ആകും.
അതന്നെ ഏതൊരു ഫീൽഡിലോ സംഭവിക്കുന്നത് തന്നെ നമ്മൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ അതിനെ പേടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് നമ്മൾ ഫെമിലിയർ ആവാൻ മോറായിട്ട് ശ്രമിക്കുന്നത്. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തൊരു ഫീൽഡിലോ ഒരു പുതിയ ഇന്നോവേഷൻ വരുമ്പോൾ അതിൽ നിൽക്കുന്നവർ തന്നെയാണ് അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ മക്കൾ നന്നായ അച്ഛനമ്മമാർക്ക് അറിയണോ, അതുപോലെ തന്നെ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അപ്ഡേറ്റഡ് ആവുക, കറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. Okay, so finally we have reached the end of this beautiful debate. So I would like to thank each and every person, especially the participants who have kindly or currently entertained us with their stupendous form of words and being given us the knowledge that we try to explore the more in the upcoming future. So thanks a lot for that. And another big words of gratitude goes to our judges. So they have made a very structured way of judgment and evenly help us to know that points have been currently generated. How can they affect the world? So what are the reasons or the possibilities that we have? So they have mentioned the points and what are the bright side and the dark side of those. And last but not the least, I would like to thank each and every audience present here. Even the coordinators, they have done a very big part for this. They have been currently coordinated the events, gathered the participants, gathered the audience, made the questionnaire session and all. So even the all EXCO members, they have been a great part of this. Even the cameras done by Sharika and Ravi, they both have done a very big part. So thanks a lot everyone. Hoping to see you all with such kind of event in the future. Thank you and have a nice day.